അസ്സലാമലൈക്കും. ഇത് ഷബാബാണ്. ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്ത് പിന്നെ അത് എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യുക, അത് എവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുക, ഇതൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും ഡിലേ. പിന്നെ കോപ്പി റൈറ്റിങ് കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ചിഹ്നം ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ബാക്ക് കുറേ നോക്കി, ഒന്നും നടന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ വെച്ചാൽ നമ്മളെ കഴിവ് നമ്മൾ തന്നെ കണ്ടെത്തണം. അതിന് കുറേ സ്റ്റഡി ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഞാൻ വിചാരിച്ചപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളാണ്. പിന്നെ നമ്മളെ കയ്യിലുള്ള വിൻറ്റേജ് വണ്ടികൾ അത് വീഡിയോയിലൊക്കെ വരിക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഏറ്റവും ഫേവറേറ്റ് വണ്ടി പറഞ്ഞാൽ ക്യാൻവാസാണ്. നമ്മളെ KR 1313 പറയുന്നത് അതിൻ്റെ ഒരു നമ്പറിൻ്റെ പേരാണ് നമ്മളെ ബ്ലോഗ്സിൽ ഇട്ടത്, ഷബാബ് ബ്ലോഗ്സ് 1313. അപ്പോൾ അതിപ്പം വർക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ക്ലച്ച് ഡിസ്ക് കംപ്ലൈൻറ്റ് ഇല്ല. നല്ല വണ്ടിയാണ്, കുഴപ്പമൊന്നുമില്ല. പോയിൻ്റാണ്. ഇത്രയും കാലമായിട്ട് ഞാൻ അറിയില്ല. ഇലക്ട്രോണിക് എന്നുള്ള രീതിയിലാണ് രാവും പകലില്ലാതെ ഓടിന്, ഡെയിലി ഓടിന്. അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പം വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോഴിക്കോടാണ്. അപ്പം വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ, എൻ്റെ വീട്ടിലല്ല, ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞ് അടിപൊളിയാണ്, ഒരു ചേട്ടനുണ്ട്, ആളിങ്ങനെ ചെറിയ ഒരു ഇപ്പോൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ്റെ ഒരു ആ ആളൊക്കെ അറിയില്ല. പക്ഷെ ആ ഒരു വ്യക്തി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ആൾക്ക് കൊടുത്തു. ഏകദേശം നല്ല ഡിലേ ആവും, പക്ഷെ വർക്ക് ഞാനൊരു ചെറിയ റൺ ചെയ്ത് ഓടിച്ച് ഇന്നലെയും ഓടിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയാൻ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല, നല്ല കംഫേർട്ടായി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയിക്കാൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. ഒരു വലിയ വർക്കൊന്നും എടുക്കാത്ത രീതിയിൽ തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു, ഫുൾ റീസ്റ്റോർ ചെയ്യണം, കുറച്ച് കഴിയട്ടെ. അപ്പോൾ നമുക്ക് വന്ന് ആ വീട്ടിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് റൺ ചെയ്തിട്ട് കുറച്ച് റോട്ടിൽ വന്ന് ഒരു വീഡിയോ എടുക്കാം. പിന്നെ നമ്മൾ ആ വണ്ടി നമ്മൾ എന്ത് ചെയ്യും, റൺ ചെയ്യാണ് ഒരു 10-20 കിലോമീറ്റർ ഇവിടുന്ന് നമുക്ക് വയനാട് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ആളെടുത്ത വർക്ക് എങ്ങനെയുണ്ട്, ടച്ച് ഡിസ്കിൻ്റെ വർക്ക് എങ്ങനെയുണ്ട്, ഷോക്ക് അബ്സറിൻ്റെ ഒരു വർക്ക് എടുത്ത് അതിൻ്റെയൊക്കെ ഒരു വർക്ക് എടുത്തതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അടിപൊളിയായിട്ട് നമ്മൾ എന്താ കൂടുക